ഹായ് ഗൈസ്, നമുക്ക് DMI ഫൈനാൻസ് എങ്ങനെ വിവോയിൽ ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഹിയർ ഇസ് ദി സ്റ്റെപ്പ് 1 നിങ്ങൾക്ക് ആ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ലോഗിൻ വരും. അതിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫോൺ നമ്പർ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് സ്മാർട്ട് ഫോൺ സെലക്ട് ചെയ്യുക. ഓക്കെ, സ്റ്റെപ്പ് 2ൽ പോവുക. അവിടെ കസ്റ്റമറിൻ്റെ പാൻ കാർഡ് അടിക്കുക. അവിടെ കണ്ടിട്ട് കസ്റ്റമറിൻ്റെ മൊബൈൽ നമ്പർ അടിക്കുക. ഇതിലോട്ട് OTP വരും. ഈ നമ്പർ കയ്യിലും വേണം കേട്ടോ, കാരണം ഇത് നമ്മൾ ഫോണിൽ ഇടേണ്ടി വരും. അത് കഴിഞ്ഞ് കസ്റ്റമറിൻ്റെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് അടിക്കുക. സാലറീഡ് കൊടുക്കുക. പിന്നെ ഇൻകം കൊടുക്കുമ്പോൾ 25,000 മൺഡേ കൊടുക്കുക. ഓക്കെ, ഇതിൽ ജെൻഡർ തെറ്റിപ്പോകാതെ കൊടുക്കുക, DOBയും തെറ്റിപ്പോകാതെ കൊടുക്കുക. ഓക്കെ, എപ്പോഴും എംപ്ലോയ്മെൻറ്റ് എപ്പോഴും നല്ലൊരു എംപ്ലോയ്മെൻറ്റ് പറ്റുവാണെങ്കിൽ കൊടുക്കുക, അതേഴ്സ് കൊടുക്കാതിരിക്കുക. ഓക്കെ, സ്റ്റെപ്പ് 4 ചില കേസസിൽ അക്കൗണ്ട് അഗ്രിഗേറ്റർ ചോദിക്കും. അത് മിക്ക കേസിലും ചോദിക്കില്ല, ചില കേസസിൽ ചോദിക്കും. അതിൽ മാൻഡേറ്ററി ആവാം, ഓപ്ഷണൽ ആവാം, നോട്ട് റിക്വയർഡ് ആവാം. മാൻഡേറ്ററി ആണെങ്കിൽ അതെങ്ങനെ ചെയ്യാമെന്നും കൂടെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിലൊരു QR കോഡ് വരും. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് അപ്പോൾ അതിനകത്ത് നമ്മുടെ ബാങ്ക് ചോദിക്കും. അതിൻ്റെ അകത്ത് ബാങ്ക് സെലക്ട് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ അടിക്കുക. ആ ഫോൺ നമ്പർ ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്കിലോട്ട് OTP പോവും. ആ OTP അടിക്കുക, എന്നിട്ട് അപ്രൂവ് ബോത്ത് കൊടുത്താൽ മതി. ഒന്നെങ്കിൽ QR കോഡ് അല്ലെങ്കിൽ ലിങ്ക് അവിടെ വരും. ഓക്കെ, ഒന്നും പേടിക്കാനില്ല, ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ബാങ്ക് വരും, ബാങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബാങ്ക് കാണിക്കും. ഇൻ കേസ് കാണിച്ചില്ലെങ്കിൽ ചൂസ് ആൻ അതർ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേറെ ഏതെങ്കിലും നമ്പർ ലിങ്ക് ആയിരിക്കുവാണെങ്കിൽ ആ നമ്പർ യൂസ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് ഓഫർ വരും. ഓഫർ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ DPയും ഓഫറും എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കസ്റ്റമറിൻ്റെ KYC ചെയ്യുക. ഈ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫർ മാറ്റാൻ പറ്റില്ല കേട്ടോ. ഓഫർ വേണമെങ്കിൽ ഈ സ്റ്റേജിന് മുമ്പ് ചെയ്യണം. ഒന്നെങ്കിൽ ഡിജിലോക്കർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ KYC ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബയോമെട്രിക്കും യൂസ് ചെയ്യാം. ബയോമെട്രിക്കിനുള്ള ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരിക്കാം. ഓക്കെ, അതിൻ്റെ അത് 2 ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ KYC കംപ്ലീറ്റ് ചെയ്യുക. KYC കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അഡ്രസ് വെരിഫിക്കേഷൻ വരും. ഇതിൽ കസ്റ്റമർ മലയാളി ആണെങ്കിൽ കറണ്ട് അഡ്രസ് സെയിം ആസ് KYC അഡ്രസ്സ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കറണ്ട് അഡ്രസ് നോട്ട് സെയിം ആസ് KYC അഡ്രസ്സ് കൊടുക്കുക. എന്നിട്ട് അവരുടെ ഏതെങ്കിലും അവിടുത്തെ പ്രൂഫ് അപ്ലോഡ് ചെയ്താലും മതി. അത് കഴിഞ്ഞ് മാൻഡേറ്റ് സെറ്റ് ചെയ്യുക. മാൻഡേറ്റ് നമുക്ക് മൾട്ടിപ്പിൾ രീതിയിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് ലോൺ അഗ്രിമെൻറ്റ് വരും. ലോൺ അഗ്രിമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. മാൻഡേറ്റ് സെറ്റ് ചെയ്യേണ്ട സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ അയച്ചുതരാം, മാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള. അത് കഴിഞ്ഞ് ഫൈനൽ ഡെലിവറിയും ഒക്കെ വരും. ഡെലിവറി ഓർഡർ വരും. ഡെലിവറി ഓർഡർ വന്നു കഴിയുമ്പോൾ അവിടെ DO ഡൗൺലോഡ് ചെയ്ത് എത്രയാണ് കസ്റ്റമറിനെ നിന്ന് വാങ്ങിക്കേണ്ടതെന്ന് നോക്കുക. അത് കഴിഞ്ഞ് ഡിവൈസ് വാലിഡേഷൻ എൻ്റർ ചെയ്യുക. ഓക്കെ, ഡിവൈസ് വാലിഡേഷൻ വന്നു കഴിഞ്ഞ് മേളിൽ DO എന്നുണ്ടാവും. ഇതിന് തൊട്ട് മുമ്പ് തന്നെ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് മോഡലും ഡീറ്റെയിൽസും എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് അത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പുതിയ ഡിവൈസ് അൺഇൻസ്റ്റാൾ ചെയ്യണം. അത് കഴിഞ്ഞ് ഡൗൺ പേയ്മെൻറ്റ് അവരിൽ നിന്ന് വാങ്ങിച്ചിട്ട് പുതിയ ഡിവൈസ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് സെയിം സിം ഇടുക. സെയിം സിം നമ്മൾ ഉപയോഗിച്ചത് ലോൺ ഉപയോഗിച്ചേക്കുന്ന സെയിം സിം കസ്റ്റമറിൻ്റെ സിം ഇട്ടിട്ട് DMI ഫിനാൻസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഏത് ആപ്പാണെന്നുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഇട്ട് തരാം. അതിൻ്റെ അകത്ത് കയറുക, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പം സിം രജിസ്റ്റർ ആവും. ജസ്റ്റ് ഇൻ കേസ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, കാരണം ലോൺ ഒന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള താമസം. അത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തൊരു OTP വരും. ആ OTP എടുത്തിട്ട് നമ്മൾ ആപ്പിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്യുക. OTPയുടെ ഒരു സ്പോട്ട് കാണിക്കും. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് DO വരും, ഫൈനൽ DO വന്നു കഴിഞ്ഞ് ഈ ഫൈനൽ DO വന്നിട്ട് ഈ കാണുന്ന ഫൈനൽ DO ഡെലിവറി ഓർഡർ എന്ന് വന്ന DO വന്നു കഴിയുമ്പോഴത്തേക്കും യു ഗൈസ് ഹാവ് കംപ്ലീറ്റഡ് ദ ലോൺ. ഇത്രേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ ആസ് ദാറ്റ്.